ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൊരു വെബ്സൈറ്റ് പരിചയപ്പെട്ടാലോ? ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വെബ്സൈറ്റാണ്. കുറേ നാൾ കൊണ്ടേ വർക്കിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അതായത് നിങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എങ്ങനെ പോകാം? നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അന്നേരം നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കിയാലോ? അന്നേരം നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം ഗൈസ്. അന്നേരം നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കേരള ഫോളോവേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ 58 വരെ അവർ ഫോളോയിങ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേരള ഫോളോവേഴ്സ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ കാണുന്ന ഈ 58 ഫോളോവേഴ്സ് ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന 20 അക്കൗണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിച്ചാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. കറക്റ്റാണ്. നിങ്ങൾ 20 അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് ഫോളോ ചെയ്തതിന് ശേഷം ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ കണ്ടില്ലേ, ഗോ ടു വെബ്സൈറ്റ്. നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അന്നേരം ഗോ ടു വെബ്സൈറ്റിനകത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ വെബ്സൈറ്റാണ്. ഇതിനകത്ത് ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്താണ് ഈ ഒരു വെബ്സൈറ്റിനകത്തോട്ട് കയറേണ്ടത്. ഒരിക്കലും ഒറിജിനൽ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യരുത്. അത് സേഫ് അല്ല. ഫേക്ക് അക്കൗണ്ട് ആയിരിക്കണം ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടത് കേട്ടോ. അന്നേരം ഇതൊരു തുർക്കി ഭാഷയിലുള്ള ഒരു അക്കൗണ്ട് ഇതാണ്. ട്രാൻസ്ലേറ്റ് മേളിലുണ്ട്. അന്നേരം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് കൊടുക്കാവുന്നതാണ്. അന്നേരം ഇംഗ്ലീഷിലാവുന്നതായിരിക്കും. അന്നേരം നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. നീല ബോക്സ് മേളിൽ കാണുന്ന പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. ഇവിടെ നമ്മൾ ഫേക്ക് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. താഴെ ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫ്ലാഗ് റിവ്യൂസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്തിട്ട് ഫോളോവേഴ്സ് ഓർഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം പിന്നീട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ട നമ്മുടെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ട് ഉണ്ടല്ലോ, അത് അവിടെ കൊടുക്കണം. ഇതിൽ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രം ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ട ടൈമിൽ മാത്രമേ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം അവിടെ നമ്മൾ കൊടുക്കാവുള്ളൂ കേട്ടോ. അന്നേരം അത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫ്ലാഗ് റിവ്യൂസ് നിങ്ങൾ ഓഫ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹോമിൽ മേളിലൊരു സെറ്റിങ്സ് ഉണ്ടല്ലോ, 3 ഡോട്ട്. അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഫോളോവേഴ്സ് ആൻഡ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അത് വരും. അന്നേരം അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഫ്ലാഗ് റിവ്യൂസിൻ്റെ ഓപ്ഷൻ വരും. അതൊന്ന് ഓൺ ആയിരിക്കും എല്ലാവരുടെയും. അതൊന്ന് ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇതിനകത്ത് ഫോളോവേഴ്സ് കയറുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അന്നേരം നമുക്ക് ഇതിനകത്ത് ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുത്തായിരിക്കും ലോഗിൻ ചെയ്യുന്നത്. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോഗിൻ അല്ല, ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സ് കയറിയിട്ട് ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഒരു OTP വരും. ഇതിൽ നിന്നൊരു OTP നമ്മുടെ മെയിലോട്ട് ഡയറക്റ്റ് വരും. അന്നേരം ആ മെയിലിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് ഇതിനകത്ത് അടിച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അന്നേരം നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം ഗൈസ്. കാരണം ഫോൺ നമ്പർ ചിലപ്പം OTP വരണമെന്നില്ല, മെയിലിൽ മാത്രമേ OTP വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ. അന്നേരം അതുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോൺ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പം അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് പോകാൻ എൻ്റെ മേളിൽ കണ്ടില്ലേ 175 ഫോളോവേഴ്സ് എന്നുള്ളിടത്തുനിന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള സംഭവം വരുന്നതായിരിക്കും. അന്നേരം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ യൂസർ നെയിം കൊടുക്കേണ്ടത്. ഫസ്റ്റ് കാണുന്ന ആ ബോക്സ് കണ്ടില്ലേ, നമ്മുടെ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം അവിടെയാണ് കൊടുക്കേണ്ടത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഫ്ലാഗ് റിവ്യൂസ് ഓഫ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അക്കൗണ്ടും പബ്ലിക് ആയിരിക്കണം. പിന്നെ ആ പച്ച കളറിലെ ബോക്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പം അതിനകത്തോട്ട് ഫോളോവേഴ്സ് കുറേശ്ശായിട്ട് ഇൻക്രീസ് ആവുന്നതായിരിക്കും. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരിക. അന്നേരം താഴോട്ട് വരുമ്പം കണ്ടില്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ അവിടെ വരുന്നതായിരിക്കും. നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഫൈൽ വരും. അതിൻ്റെ താഴെ അതിൻ്റെ ഒരു കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കൗണ്ട് മാറ്റിയതിന് ശേഷം 9000 സംതിങ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ലാസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അക്കൗണ്ട് എപ്പോഴും പബ്ലിക് ആയിരിക്കണം. പിന്നെ ഫ്ലാഗ് റിവ്യൂസ് ഓഫ് ചെയ്യുക. പിന്നെ ഒരു OTP കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ അതിനകത്ത് നമ്മളാണ് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടി മാത്രമാണ് OTP കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കൗണ്ട് ബാക്കിലോട്ട് ആവുന്നതുണ്ട്. അത് ഫുള്ള് 0 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ആവുന്നതായിരിക്കും. നല്ല വർക്കിംഗ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബായ് മച്ചന്മാർ.